2025-26 വർഷത്തിലെ പാദവാർഷിക പരീക്ഷയുടെ മാതൃകാ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മലയാളം മീഡിയത്തിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആകെ സ്കോർ 40 മാർക്കാണ്. 1.5 മണിക്കൂറിനാണ് എക്സാം ഉണ്ടാവുക. സെക്ഷൻ എയിൽ 4 ചോദ്യങ്ങളാണുള്ളത്. ഓരോ സ്കോറാണ് ഓരോ ചോദ്യത്തിനുള്ളത്. ഒന്നാമത്തെ ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം 8.5 സ്ക്വയർ ഈക്വൽ ടു 64 പ്ലസ് ഡാഷ് പ്ലസ് 0.25. ഈ ഡാഷ് ഉള്ള സ്ഥലത്ത് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് എ 2 ആണ്, ബി 4 ആണെന്നുണ്ട്, സി 8 ആണെന്നുണ്ട്, ഡി 16. എങ്ങനെയാണ് ഇത് ചെയ്യുക? നമുക്കറിയാം, രണ്ട് സംഖ്യയുടെ വർഗം കാണാനുള്ള സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് വൈ ഏത് സംഖ്യകളായാലും എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഈ സമവാക്യം നമ്മൾ പഠിച്ചതല്ലേ. 8.5 നമുക്ക് രണ്ട് സംഖ്യയുടെ തുകയാക്കിയിട്ട് എഴുതാം. 8 പ്ലസ് 0.5 എഴുതാം. അതിൻ്റെ വർഗം ഈക്വൽ ടു. ഇതേ രീതിയിൽ നമുക്കിതിനെ 8.5 നമുക്ക് ഇലാബറേറ്റ് ചെയ്തൂടെ. ആദ്യം 8ൻ്റെ സ്ക്വയർ 8 സ്ക്വയർ പ്ലസ് പിന്നെ 0.5ൻ്റെ സ്ക്വയർ. 0.5ൻ്റെ സ്ക്വയർ എത്രയാണ്? ഇത് 0.5ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 8 ഇൻറ്റു 0.5. 8ൻ്റെ സ്ക്വയർ നമുക്കറിയാം 64 ആണ്. പ്ലസ് 0.5ൻ്റെ സ്ക്വയർ 25 ആണെന്ന്, 5ൻ്റെ സ്ക്വയർ 25 ആണെന്ന് നമുക്കറിയാം. ഇവിടെ സ്ക്വയർ എഴുതുമ്പോൾ 2 പോയിൻ്റ് വലത്തോട്ട് മാർക്ക് ചെയ്യണം. 0.25 പ്ലസ് 2 ഇൻറ്റു 0.5 1 ഇൻറ്റു 8 ഈക്വൽ ടു 60. ഇവിടെ മിസ്സിംഗ് ഉള്ള എന്താണ്? 64 ഇവിടെ ഉണ്ട്, 0.25 ഇവിടെ ഉണ്ട്. ഇവിടെ മിസ്സിംഗ് ഉള്ളത് 8 ആണ്. ഏതാണ് ഓപ്ഷൻ? സി ആണ് കറക്റ്റ് ആൻസർ. ആൻസർ സി 8. രണ്ടാമത്തെ ചോദ്യം, ഒരു ത്രികോണത്തിൻ്റെ ഏത് 3 അളവുകൾ മറ്റൊരു ത്രികോണത്തിൻ്റെ അതേ അളവുകൾക്ക് തുല്യമായാലാണ് മറ്റ് 3 അളവുകൾ തുല്യമാവുക? ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ത്രികോണത്തിൻ്റെ ഏത് 3 അളവുകൾ, അതായത് ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്, 3 കോണുകളുമുണ്ട്. ഇതിൽ ഏത് 3 അളവുകൾ മറ്റൊരു ത്രികോണത്തിൻ്റെ അതേ അളവുകൾക്ക് തുല്യമായാലാണ് മറ്റ് 3 അളവുകൾ തുല്യമാവുക? അതായത് 3 വശങ്ങളുണ്ട് ത്രികോണത്തിന്, 3 കോണുകളുണ്ട്. ഇതിൽ ഏത് 3 ഈ ത്രികോണത്തിന് തുല്യമായാലാണ് ഇത് രണ്ടും തുല്യ ത്രികോണമാണെന്ന് പറയാൻ പറ്റുക. തുല്യ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? വശങ്ങളും കോണുകളും തുല്യമായ ത്രികോണങ്ങളാണ്. അതായത് ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ത്രികോണത്തിന് ഇവിടെ 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2, ഇവിടെ 4 ആണെങ്കിൽ 4. കോണുകളും തുല്യമായിരിക്കണം. 60 ആണെന്നുണ്ടെങ്കിൽ 60, ഇവിടെ 70 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 70, ഇവിടെ 50 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 80. ഇങ്ങനെ 3 വശങ്ങളും 3 കോണുകളും തുല്യമായ ത്രികോണങ്ങളെയാണ് നമ്മൾ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയിരിക്കേ. ഒന്നാമത്തെ ഓപ്ഷൻ 3 വശങ്ങൾ, 3 വശങ്ങളും തുല്യമായാൽ അവയുടെ കോണുകളും തുല്യമായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എ ശരിയാണ്. ബി 2 വശങ്ങളും 1 കോണും. 2 വശങ്ങളും 1 കോണും നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? 2 വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾക്കും അവയ്ക്കിടയിലുള്ള കോണിന് തുല്യമായാൽ ആ 2 ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ 2 വശങ്ങളും 1 കോണെന്നാണ് പറഞ്ഞത്. അവയ്ക്കിടയിലുള്ള കോണാണോ വേറെ ഏത് കോണാണോ എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ബി കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അടുത്തത് സി എന്നുള്ള ഓപ്ഷൻ
ഒരു വശവും ഏതെങ്കിലും രണ്ട് കോണുകളും. അത് ശരിയാവുമോ? നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു വശവും അതിൻ്റെ അറ്റത്തുള്ള രണ്ട് കോണുകളും മറ്റൊരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിനും അവയുടെ അറ്റത്തുള്ള രണ്ട് കോണുകൾക്കും തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണെന്നാണ് പഠിച്ചത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വശവും ഏതെങ്കിലും രണ്ട് കോണുകളും എന്നാണ്. ഇതിപ്പോൾ ശരിയാവില്ലല്ലോ. അപ്പോൾ സിയും തെറ്റാണ്. മൂന്നാമത്തേത് ഡി, 3 കോണുകൾ. ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകൾ മറ്റൊരു ത്രികോണത്തിൻ്റെ 3 കോണുകൾക്ക് തുല്യമാണെന്നുണ്ടെങ്കിൽ ആ ത്രികോണങ്ങൾ തുല്യ ത്രികോണമാവോ? നമുക്ക് സമഭുജ ത്രികോണത്തിന് 3 സെൻറ്റിമീറ്റർ, സമഭുജ ത്രികോണത്തിൻ്റെ എല്ലാ കോണുകളും തുല്യമല്ലേ? 3 സെൻറ്റിമീറ്റർ ഒരു വശത്തിന് നീളെടുത്തിട്ടും വരക്കാം. അതുപോലെ വേറൊരു വശം 6 സെൻറ്റിമീറ്റർ എടുത്തിട്ടും വരക്കാം അല്ലേ? അപ്പോൾ കോണുകൾ തുല്യമായി എന്ന് വിചാരിച്ച് വശങ്ങളുടെ നീളം തുല്യമാവോ? ഇല്ല. അപ്പോൾ ഡിയും തെറ്റാണ്. നമ്മുടെ ആൻസർ 3 വശങ്ങൾ. ചോദ്യം നമ്പർ 3. ചുവടെയുള്ള പ്രസ്താവനകൾ നോക്കുക. പ്രസ്താവന എ, ഒരു പഞ്ചഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക 540 ഡിഗ്രി. പ്രസ്താവന ബി, ത്രികോണത്തിൻ്റെ അകക്കോണുകളുടെ തുക 180 ഡിഗ്രി. താഴെ പറഞ്ഞിരിക്കുന്നതിൽ ശരിയായത് കണ്ടുപിടിക്കുക. എ, പ്രസ്താവന എ ശരിയാണ്, ബി തെറ്റാണ്. ബി, പ്രസ്താവന എ തെറ്റാണ്, ബി ശരിയാണ്. സി, പ്രസ്താവനകൾ രണ്ടും ശരിയാണ്, എയുടെ കാരണമാണ് ബി. ഡി, പ്രസ്താവനകൾ രണ്ടും ശരിയാണ്, എയുടെ കാരണമല്ല ബി. നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം പ്രസ്താവന എ നോക്കുക. അത് നമുക്ക് ശരിയാണോ എന്ന് പരിശോധിക്കാം. ഒരു പഞ്ചഭുജത്തിൻ്റെ, ഞാനിവിടെ ഒരു പഞ്ചഭുജം വരച്ചിരിക്കുന്നു. പഞ്ചഭുജത്തിനെ നമുക്ക് 3 ത്രികോണങ്ങളാക്കിയിട്ട് ഭാഗിച്ചൂടെ? ഒരു ത്രികോണത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ്. പ്രസ്താവന ബി ശരിയാണ്. ത്രികോണത്തിൻ്റെ അകക്കോണുകളുടെ തുക 180 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. പഞ്ചഭുജത്തിൽ 3 ത്രികോണങ്ങളുണ്ട്. ഒരു ത്രികോണം, 2 ത്രികോണം, 3 ത്രികോണം. അങ്ങനെയാണെങ്കിൽ അകക്കോണുകളുടെ തുക എത്രയായിരിക്കും? 3 × 180 അല്ലേ? 3 ത്രികോണങ്ങളുണ്ടല്ലോ, ഈക്വൽ ടു 540 ഡിഗ്രി. അപ്പോൾ പ്രസ്താവന എയും ശരിയാണ്. ഇനി അപ്പോൾ സിയും ഡിയും നമുക്ക് ആൻസേഴ്സ് ആയിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ എയുടെ കാരണമാണ് ബി, എയുടെ കാരണമല്ല ബി എന്ന് പറയുന്നുണ്ട്. ത്രികോണത്തിൻ്റെ അകക്കോണുകളുടെ തുക 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാവുന്നത് കൊണ്ടാണ് നമുക്ക് പഞ്ചഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക 540 ഡിഗ്രി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ത്രികോണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പഞ്ചഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക കാണുന്നത്. അതുകൊണ്ട് എയുടെ കാരണമാണ് ബി. ഒരു പഞ്ചഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക 540 ഡിഗ്രി ആകാൻ കാരണം ത്രികോണത്തിൻ്റെ അകക്കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ആൻസർ സി. ചോദ്യം നമ്പർ 4. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. 1. ഒറ്റ സംഖ്യകളുടെ വർഗ്ഗങ്ങളെല്ലാം ഒറ്റ സംഖ്യകളാണ്. 2. പൂർണ്ണവർഗ്ഗങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 ആയിരിക്കും. 3. ഒറ്റ സംഖ്യകളുടെ വർഗ്ഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 ആയിരിക്കും. 4. പൂർണ്ണവർഗ്ഗങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇവയിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. 1, 2 ശരിയാണ്. എ, ബി 1 ശരിയാണ്. സി 1, 4 ശരിയാണ്. ഡി 2, 4 ശരിയാണ്. ഏതൊക്കെയാണ് ശരിയെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗ്ഗങ്ങളെല്ലാം ഒറ്റ സംഖ്യകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൽജിബ്രായിക് ഫോം വെച്ചിട്ട്, ബീജഗണിത രീതി വെച്ചിട്ട് നമ്മളത് സോൾവ് ചെയ്തതാണ്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമാണ്, നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ട് 1 ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, പൂർണ്ണവർഗ്ഗങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 ആയിരിക്കും. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. ഇത് അല്ലാന്ന് ഏതെങ്കിലും ഒരു സംഖ്യ വെച്ച് തെളിയിക്കാൻ പറ്റിയാൽ നമുക്ക് ഇത് തെറ്റാണെന്ന് പറയാം. ഒരു സംഖ്യ എടുത്തു നോക്കൂ. ഒരു പൂർണ്ണവർഗ്ഗം 4 എടുക്കാം. 4നെ 3 കൊണ്ട് ഹരിച്ചു. ശിഷ്ടം എത്രയാണ്?
ഒന്നല്ലേ? 2 അപ്പോൾ അത് തെറ്റല്ലേ? 9 എടുത്ത് നോക്കൂ. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കും അല്ലേ? അപ്പോൾ 2 കേസ് നമുക്ക് ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റിയ കണ്ടീഷൻസ് കിട്ടി. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. സെക്ഷൻ എയിലെ 4ാമത്തെ ചോദ്യമാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം നമ്പർ 4. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. 1ാമത്തെ പ്രസ്താവന, ഒറ്റ സംഖ്യകളുടെ വർഗ്ഗങ്ങളെല്ലാം ഒറ്റ സംഖ്യകളാണ്. 2, പൂർണ്ണവർഗ്ഗങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 ആയിരിക്കും. 3, ഒറ്റ സംഖ്യകളുടെ വർഗ്ഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 ആയിരിക്കും. 4, പൂർണ്ണവർഗ്ഗങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 അല്ലെങ്കിൽ 0 ആയിരിക്കും. ചോദ്യം, ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് ശരി? ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി എന്ന് പരിശോധിക്കാനാണ് പറഞ്ഞത്. ഇവയിലുള്ള ചില പ്രസ്താവനകൾ നമ്മൾ നേരത്തെ കണ്ടതായിരിക്കും. കാരണം ഇവയിൽ ചിലതെല്ലാം നമ്മൾ ബീജഗണിത രീതിയിൽ പ്രൂവ് ചെയ്തതാണ്. അതിൽ 1ാമത്തെ പ്രസ്താവന നോക്കൂ. ഒറ്റ സംഖ്യകളുടെ വർഗ്ഗങ്ങളെല്ലാം ഒറ്റ സംഖ്യകളാണ്. ഇത് നമ്മൾ ബീജഗണിത രീതിയിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇത് ശരിയാണ്. 2, പൂർണ്ണവർഗ്ഗങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 ആയിരിക്കും. ഇത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് തെറ്റാണ് എന്ന് പറയാൻ ഈ ഒരു പ്രസ്താവനയ്ക്ക് വിപരീതമായിട്ട് എതിരായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ എന്തെങ്കിലും കാണിക്കാൻ പറ്റിയാൽ മതി. ഏതെങ്കിലും ഒരു പൂർണ്ണവർഗ്ഗം ഒന്ന് എടുത്തു നോക്കാം. ഒരു 2ന്റെ വർഗ്ഗമായിട്ടുള്ള 4നെ പരിഗണിക്കാം. 4നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം നമുക്ക് എത്രയാണ് കിട്ടുക? ശിഷ്ടം 1 അല്ലേ? 2 അല്ലല്ലോ കിട്ടിയത്. അപ്പോൾ ഈ ഒരു പ്രസ്താവന തെറ്റാണ് എന്ന് ഇവിടെ തന്നെ ബോധ്യമായി. വേണമെങ്കിൽ നമുക്ക് 3ന്റെ വർഗ്ഗമായിട്ടുള്ള 9നെ കൂടി ഒന്ന് ഹരിച്ചു നോക്കാം. ശിഷ്ടം നമുക്ക് 0 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ്. 3ാമത്തേത്, ഒറ്റ സംഖ്യകളുടെ വർഗ്ഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 ആയിരിക്കും. ഈ ഒരു പ്രസ്താവന നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇത് ശരിയാണ്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രൂവ് ചെയ്തതാണ്. 4ാമത്തെ പ്രസ്താവന, പൂർണ്ണവർഗ്ഗങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 അല്ലെങ്കിൽ 0 ആയിരിക്കും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണവർഗ്ഗങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 0 അല്ലെങ്കിൽ 1 ആയിരിക്കും എന്ന പ്രസ്താവന നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇവിടെ 2 അല്ലെങ്കിൽ 0 ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ്. ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉം. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ.